നമസ്കാരം. ഫണ്ട് ഫിസിക്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. നമ്മളിത് സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രോഡ്സിൻ്റെ മൂന്നാമത്തെ ഒരു എപ്പിസോഡാണിത്. കഴിഞ്ഞ 2 എപ്പിസോഡും കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് അത് കാണാവുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങളെ തേടി വരുന്ന പല തട്ടിപ്പുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് തട്ടിപ്പുകളെന്ന് തോന്നാത്തതും യഥാർത്ഥത്തിൽ തട്ടിപ്പുകൾക്ക് സാധ്യതയുള്ളതും ആയിട്ടുള്ള പലതിൻ്റെ അകത്തും രക്ഷപ്പെടാൻ കഴിയും. എല്ലാം തട്ടിപ്പുകളാണെന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ തട്ടിപ്പുകളുടെ സാധ്യതകളും സന്ദർഭങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും പലപ്പോഴും നമ്മളുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതകൾ. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ തട്ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ സത്യം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറയണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. പക്ഷേ വീഡിയോ ലെങ്ത് കുറേ കൂടിപ്പോയത് കൊണ്ട് നാട്ടുകാരെ ബോറടിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഈ ലൈവ് ട്രേഡിംഗ് വീഡിയോസൊക്കെ പലപ്പോഴും പോസ്റ്റ് ചെയ്യുന്നു. അത് കാണിച്ചിട്ട് ഇമ്പ്രസ് ചെയ്യുന്നു. അതിൻ്റെ ഇമ്പ്രഷനിൽ കുറേ പേര് പോയി ട്രെയിനിങ്ങുകളിലും സ്റ്റോക്ക് ടിപ്സിൻ്റെ അകത്തും ഒക്കെ പോയിട്ട് ജോയിൻ ചെയ്യുന്നു. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയുള്ള കുറേ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. എന്തുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടമല്ല. കാരണം ട്രെയിനിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ 50,000 രൂപ 1 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ജോയിൻ ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്ത് പ്രശ്നം, നിങ്ങൾ ജോയിൻ ചെയ്തതിൻ്റെ കാരണം ഈ പറഞ്ഞ ഒരാളുടെ സോഷ്യൽ മീഡിയയിലെ 30% 40% ഒരു ദിവസം കൊണ്ട് റിട്ടേൺസ് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പ്രചോദനത്തിൻ്റെ മുകളിലാകാം. അപ്പോൾ ആ ഒരു പ്രചോദനത്തിൻ്റെ മുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ ആ പ്രചോദനം തെറ്റായിരുന്നു എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അല്ലാത്ത രീതിയിൽ നിങ്ങൾ എത്ര പണം കൊടുത്തിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന് ആ ഒരു പഠിത്തം എപ്പോഴും നല്ലതാണെന്നുള്ളത് സത്യം. അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതികളുമില്ല. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് കണ്ടിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനത്തെ വലിയ പ്രോഫിറ്റുള്ള കോടികളൊക്കെ പ്രോഫിറ്റോ അല്ലെങ്കിൽ 40% റിട്ടേൺസൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ ഒരു സ്ട്രാറ്റജി വേറെയായിരുന്നു. ഇന്നത്തെ ഈ ഒരു സ്ട്രാറ്റജി വേറെയാണ്. അപ്പോൾ ഇതിനകത്ത് 2 തരത്തിലുള്ള ഒരു സ്ട്രാറ്റജികളാണ് ഈ പറഞ്ഞ പോലെ വലിയ പ്രോഫിറ്റ് കാണിക്കുന്ന വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറ്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ സൈമൾട്ടേനിയസ് അക്കൗണ്ട് 2 ബ്രോക്കർ എടുത്ത് ഹോൾഡ് ചെയ്തിട്ട് ഏതെങ്കിലും ലാഭമുള്ളത് നമ്മൾ പോസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി ടെക്നോളജി ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഇത്രയധികം കഷ്ടപ്പാടുകളൊന്നുമില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് പലപ്പോഴും പോസ്റ്റ് ചെയ്യാറ്. ഒന്ന്, സ്ക്രീൻഷോട്ട്സ് പോസ്റ്റ് ചെയ്യും. ലാഭത്തിൻ്റെ സ്ക്രീൻഷോട്ട്സ് പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യും. കുറേ നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ, യൂട്യൂബ് ഷോർട്സ്, റീൽസ് അങ്ങനെയൊക്കെയുള്ളതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറേ ഇങ്ങനെ മുഖമില്ലാത്ത കുറേ വീഡിയോ, പക്ഷേ ഇങ്ങനെ പ്രോഫിറ്റ് മാത്രം കയറി പോകുന്ന പോലത്തൊക്കെ ഉള്ളത്. അടുത്ത കാലങ്ങളായിട്ട് ഞാൻ കുറേ യൂട്യൂബ് ഷോർട്സ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിവേ, അപ്പോൾ അതിൻ്റെ അകത്ത് വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ലളിതമായിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടാക്കാം. ഒന്ന്, ഫോട്ടോഷോപ്പ് ചെയ്താൽ മതി. ഇന്ന് നാട്ടുകാരെല്ലാവരും ഫോട്ടോഷോപ്പിൻ്റെ അഗ്രഗണ്യന്മാരാണ്. അപ്പോൾ അത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഇവിടെ കാണുന്ന പോലെ നിങ്ങളുടെ ഒരു ബ്രോക്കറുടെ സ്ക്രീൻഷോട്ട് ഇതാണെങ്കിൽ അതിനകത്ത് ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെർച്ച് ചെയ്യുക ഇതാണ് എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ ചിലതിൻ്റെ അകത്തൊക്കെ ഇക്വേഷൻസ് ആകാം. പലതും റിയൽ ടൈം CS ഡാറ്റയൊക്കെ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ BG എഡിറ്റൊക്കെ വെച്ചിട്ട് നിങ്ങളത് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതെല്ലാം കോപ്പി വേറെ ചെയ്തിട്ട് വേണമെങ്കിൽ അത് CSSൻ്റെ അകത്ത് ഫോർമാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്തിട്ട് ഡാറ്റയും വാല്യൂ ഒക്കെ മാറ്റാം, ഇക്വേഷൻസ് മാറ്റാം വളരെ ലളിതമായിട്ട്. അതുവഴി നിങ്ങൾക്ക് വേറൊരു സ്ക്രീൻഷോട്ടും ലഭിക്കും. അത് സ്ക്രീൻഷോട്ടിൻ്റെ വക. അപ്പോൾ സ്ക്രീൻഷോട്ട് കണ്ടിട്ട് ആരും ഇനിയിപ്പം പേടിച്ച് പോകണ്ടെന്നുള്ള, അല്ലെങ്കിൽ അതിനൊരു ഇത് കുറവുള്ളതുകൊണ്ടായിരിക്കാം ചിലരൊക്കെ കുറേ പേര് ഇപ്പോൾ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ രീതിയിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ എല്ലാത്തിനും AIയുടെ ആപ്ലിക്കേഷനാണുള്ളത്. ഓബിയസ് നമ്മുടെ വീഡിയോ ലൈവ് സ്ട്രീം ചെയ്യുന്ന ഓബിയസ്, ഇത് റിയൽ ടൈമായിട്ട് എഡിറ്റ് ചെയ്യാൻ വരെ AI ടൂൾസ് ഉണ്ട്. ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചതാണെങ്കിൽ അതിൻ്റെ അകത്ത് പറയുന്നത് പോലെ എഡിറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള AI ടൂൾസും വളരെയധികം അവൈലബിൾ ആണ്. ഉദാഹരണമായിട്ട് ആൽവോ, നോവ, സിന്തേഷ്യ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്തൊക്കെ AI ബാക്ക്ഗ്രൗണ്ട് പ്ലഗിൻസ് ഉണ്ട് കുറേ. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തു. ഒരു 9 മണി മുതൽ 10 മണി വരെയാണ് നിങ്ങളുടെ ട്രേഡ് റെക്കോർഡ് ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് ഈ പറഞ്ഞതുപോലെ 0.1%, 0.01% പ്രോഫിറ്റാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് ഇരിക്കട്ടെ. അത് 12 രൂപ പ്രോഫിറ്റ് ലഭിച്ചു. നിങ്ങൾ വേണമെങ്കിൽ AI എഡിറ്ററിൻ്റെ അകത്ത് ഈ വീഡിയോ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് AI എഡിറ്ററിൻ്റെ അകത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് 12 രൂപ പ്രോഫിറ്റ് എന്നുള്ളത്
എവിടെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് റിയൽ ടൈം ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. പ്രൈസ് 12 രൂപ ചേഞ്ച് ചെയ്യുന്നതിനകത്ത് തന്നെ ഈ പുറത്ത് ബൈ പ്രൈസിൻ്റെ കൂടെ തന്നെ റിയൽ ടൈം പ്രൈസും ചേഞ്ച് ചെയ്യേണ്ടി വരും. ഈ 2 ഡാറ്റ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇൻറ്റു 1000 എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറേഷനും കൂടി അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ ഈ ചേഞ്ച് വരും. വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതേപോലെയുള്ള പല പല വിദ്യകളും നാട്ടിൽ നിലവിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിട്ട് ആ ഒരു പ്രത്യേക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ നിരാശരാകേണ്ടി വരും. കാരണം ഈ പറഞ്ഞതുപോലത്തെ വലിയ പ്രോഫിറ്റ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാൻ വഴിയില്ല. പക്ഷേ ട്രെയിനിങ് മാത്രമാണെങ്കിൽ വലിയ ഉപദ്രവകാരിയല്ല. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ അകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ, കാരണം ആത്യന്തികമായ അതൊരു വിദ്യാഭ്യാസമാണ്. അപ്പോൾ അതിന് കുഴപ്പങ്ങളില്ല. പക്ഷേ കുഴപ്പം വരുന്നത് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നിരാശരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു കോഴ്സിൻ്റെ അകത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റേതെങ്കിലും പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾ എടുത്തത് ഇദ്ദേഹം 25% 30% ഒരു ദിവസം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി എന്നുള്ള ഒരു പ്രതീക്ഷയുടെ മുകളിലാകാം. ആ ഒരു പ്രതീക്ഷകളുടെ മുകളിൽ കരിനിഴൽ വീഴും, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോകും. അപ്പോൾ ഇതാണ് മറ്റൊരു തരത്തിലുള്ള ഒരു തട്ടിപ്പ്. നാട്ടുകാർക്ക് വളരെ ഒരു തരത്തിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു തട്ടിപ്പുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ദിനം കാണുന്നവരെ നന്ദി, നമസ്കാരം.